ഭയങ്കര വെയിലുണ്ട്. ഞാൻ വണ്ടി ഓടിക്കുന്ന സമയത്ത് വെയിലുള്ള സമയത്ത് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സൺ കിസിങ് കാണിക്കാൻ വേണ്ടിട്ടാ. ആമിക്കുട്ടി എന്നിട്ട് പറഞ്ഞോ ഇത് കാണിക്കാൻ വേണ്ടി കുട്ടി ആമിക്കുട്ടി കുഞ്ഞൊരു ക്യാമറ വാങ്ങി അല്ലേ, വെറുതെ കളിക്കണ ക്യാമറ. ഷോർട്സ് വീഡിയോ നമ്മള് നമ്മുടെ യൂട്യൂബ് ഷോർട്സിൽ ഇട്ടുണ്ടായിരുന്നു. എല്ലാരും കണ്ടിട്ടുണ്ടാവും. നല്ല ബ്ലോക്ക്, നല്ല കടുത്ത ബ്ലോക്ക് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എങ്ങോട്ട് പോണെന്ന് പറഞ്ഞില്ല. സൺഡേ ആയതുകൊണ്ട് സൺഡേ ഈവനിങ് വ്ളോഗ് ചെയ്യാന്ന് വിചാരിച്ചു. കുറെ നാളെ നമ്മൾ ലോങ് വീഡിയോ ചെയ്യുന്നത്. സത്യത്തിൽ നല്ല മടിന്റെ ലോങ് വീഡിയോ ചെയ്യാൻ. മുഖത്ത് വെയിലടിച്ചിട്ടേ ചേട്ടൻ മോശമൊക്കെ മാറി. ഞാൻ പിന്നെ ഇങ്ങനെ നല്ല ഭംഗിയിലാക്കി വെച്ചിരിക്കുക വെയിലൊന്നും അടിക്കാണ്ട്. അപ്പൊ നമ്മളിന്നൊരു ഈവനിങ് വ്ളോഗ് ആയിട്ട് നമ്മളൊരു ദുബായിലൊരു റെസ്റ്റോറന്റിലേക്ക് ഫുഡ് കഴിക്കാൻ പോകാന്ന് വെച്ചു. അടിപൊളി റെസ്റ്റോറന്റ് ആണ് എന്നാണ് കേട്ടിട്ടുള്ളത്. പോയി കാണണം, കഴിക്കണം. ബാക്കിയുള്ള റിവ്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ പോയിട്ട് പറയുന്നത്. എന്തൊക്കെയാണ് അവിടുത്തെ വിഭവങ്ങൾ എന്നൊക്കെ നമ്മൾ അവിടെ ചെന്നിട്ട് പറയാം. അപ്പൊ നമ്മുടെ സൺഡേ ഈവനിങ് വ്ളോഗ് ഇവിടെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. വെളിച്ചത്ത് വന്ന് നമ്മൾ എങ്ങനെ ഇരുട്ടത്തായി പറയ്, എന്താ കാരണം എന്ന് പറയാമി. നമ്മൾ ബേസ്മെന്റിലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന ഹോട്ടലിന്റെ പേരെന്താ ചേട്ടാ? റിഫ്ലക്ഷൻസ് ഹോട്ടൽ. നമ്മൾ പാർക്ക് ചെയ്യാൻ പോണേട്ടാ. നമുക്ക് അകത്തേക്ക് കയറാം. ഇതാണോ ചേട്ടാ നമ്മുടെ റെസ്റ്റോറന്റ്? ഇതല്ലേ, നമ്മളിപ്പോ റെസ്റ്റോറന്റിലേക്കാണ് പോണതല്ലേ ചേട്ടാ? അതെ, അതറിയോ. അവിടെ ചെന്നിട്ട് റെസ്റ്റോറന്റിന്റെ പേര് പറയാം. അതല്ല, നമ്മൾ പോണ റെസ്റ്റോറന്റിന്റെ പേര്, ഹോട്ടലിന്റെ പേര്. അതെ ആണോ? നാല് ചുറ്റും മിററുള്ളോണ്ട് നല്ല സുഖല്ലേ? ഇപ്പൊ കാണിച്ചാലോ എവിടെ ഓപ്പൺ ആവാന്ന്. ഇതാണ് നമ്മുടെ റെസ്റ്റോറന്റ് എന്ന് തോന്നുന്നു. ഫ്യൂഷൻ റെസ്റ്റോറന്റ്. ഇത് തന്നെയാണ് നമ്മുടെ ബോർഡ് കണ്ടത് നമ്മൾ കയറുമ്പോൾ. പോവാമി. ആമിക്കുട്ടി, നമ്മളിപ്പോൾ ഇവിടെ എത്തിയെന്ന് പറഞ്ഞേ. ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര് മാൾട്ടൻ. പേര് നോക്കി. നമ്മുടെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. കാണിച്ചു തരാം കേട്ടോ. ബീവറേജസും ഫുഡ് ഐറ്റംസ് എല്ലാതും ഉള്ളതാട്ടാ. ഇതാണ് നമ്മുടെ ഫുഡ്. എന്തുണ്ടായി ചേട്ടാ മുഖം തരുമ്പോൾ ആകതാ. പക്ഷെ അതിലൊരു ഹൈലൈറ്റ് ഉണ്ട്. സിജാട്ടിന്റെ കുറ്റം ആയതുകൊണ്ട് ഞാനിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ റെസ്റ്റോറൻറ്റ് പേര് പറഞ്ഞില്ല, ഫ്യൂഷൻ റെസ്റ്റോറൻറ്റ് എന്നൊക്കെ പറഞ്ഞത്. പക്ഷെ ഫ്യൂഷൻ ഐറ്റംസ് ആണെന്നുണ്ടെങ്കിലും റെസ്റ്റോറൻറ്റിൻ്റെ പേര് മാൾട്ടൻ മസാല. ഇതാണ് കേട്ടോ. നമ്മൾ വന്ന് കയറി പിന്നെ ഒരു ബോർഡ് കണ്ടില്ലേ, അത് തന്നെയായിരുന്നു മാൾട്ടൻ മസാല. അപ്പോൾ നമ്മുടെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വീഡിയോ എടുക്കണം, കഴിക്കണം, എന്നിട്ട് റിവ്യൂ പറയാം. നമ്മുടെ ഫുഡ് പേരുകളറിയില്ല. ഇവിടുത്തെ ചേട്ടന്മാരോട് ചോദിച്ചിട്ട് ഞാൻ പറയുന്നതായിരിക്കും. ഇത് നമ്മുടെ സ്വന്തം. ഇത് ഞാൻ, ഇത് വെള്ളപ്പം. രേവേനല്ല, ഈ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അത് എന്ത് ഞാൻ പറയാത്തതാ. ക്യാമറ എടുത്തു, ചാർജ് ചെയ്തു അല്ലേ ചേട്ടാ? ക്യാമറ എടുത്തു, ചാർജ് ചെയ്തു, മൈക്ക് എടുത്തു, മെമ്മറി കാർഡ് എടുത്തില്ല. അതില്ലെങ്കിൽ പിന്നെ വീഡിയോ എടുത്തിട്ട് എന്താ കാര്യം? ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഫുഡ് ഐറ്റംസിൽ എന്താണ് ഇവിടുത്തെ പ്രത്യേകത? റെസ്റ്റോറൻറ്റിലെ രസമുണ്ട്. പിന്നെ യെസ്, സ്മോൾ അടിക്കുന്നവർക്ക് അല്ല, സിജേട്ടൻ അറിയില്ല. ആ കുപ്പികളിൽ ഏതൊക്കെ പേരെന്ന് പോലും സിജേട്ടൻ അറിയില്ല. അതാണ് സിജേട്ടൻ്റെ പ്രത്യേകത. പക്ഷെ എനിക്കറിയാം, അതാണ് എൻ്റെ പ്രത്യേകത. നല്ല ആംബിയൻസ് ആട്ടോടെ. ഗ്ലാസ് നാട്ടിട്ടിരിക്കണില്ല അവര്. ഗ്ലാസ് ഒക്കെ നാട്ടിട്ടിരിക്കുക അവര്. അപ്പം അങ്ങനെ നമ്മുടെ മെമ്മറി കാർഡ് കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളത് ശരിക്ക് ആമിക്കുട്ടി ഇതിൻ്റെ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. എൻ്റെ ക്യാമറയിൽ മറ്റേ മെമ്മറി കാർഡ് ഇല്ലെങ്കിലും ആമിക്കുട്ടി അതിൻ്റെ ഇത് തീർക്കുന്നുണ്ട്. എന്നെ എടുക്കാണ്ട് ഈ ഫുഡ് എടുക്കാമി. നമ്മുടെ രേവത ഇവിടെ പരീക്ഷയ്ക്ക് പഠിക്കണം പോലെ ഒരു സെറ്റപ്പ്. എന്നിട്ട് രേവ കാണണ്ട് പഠിക്കണേ. സൂരജ ഓശോ കുറേ പഠിക്കണ്ടല്ല. ഇതങ്ങനെ എംകോമിനും ബികോമിനും പഠിക്കണെങ്കിൽ ഞാൻ പരീക്ഷയിലാണ്ട് രക്ഷപ്പെട്ടില്ലേ നീ? ഞാനല്ല കൊണ്ടുവരുന്നത് തന്നെ, വെറുതെ പറയുന്നേട്ടാ. അതെ, നമ്മുടെ രേവത ഈ ബീവറേജസിൻ്റെയും അതുപോലെ തന്നെ ഈ സംഭവങ്ങളുടെയൊക്കെ പേരൊക്കെ പറയണം. അപ്പോൾ അത് പഠിക്കണം. മാൾട്ടൻ മസാല. ക്യാമറ
ദേവ സെറ്റപ്പ് ഉള്ളോ? ദേവയുടെ ഇപ്പം നിർദ്ദേശപ്രകാരം ലൊക്കേഷൻ ചേഞ്ച് ചെയ്തിട്ടാ. എനിക്കൊരു കംഫർട്ട്. ഫുഡ് കഴിക്കാൻ പരസ്യമായി ഫുഡ് കഴിക്കുന്നത് ഇഷ്ടമല്ല. എന്താ കടത്തെ ഇത് നമ്മള് ഇത് ഷോർട്ട് വീഡിയോ ചെയ്യുന്നിട്ടാ. ഷോർട്ട് വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വന്നപ്പോ കുറച്ച് ഫ്രണ്ടിൽ മാറ്റിക്കോട്ടെ, അങ്ങനെ ഫേസിൽ വരും. അതുപോലെ ഇതുണ്ടല്ലോ ഐറ്റംസ് നമുക്ക് ഒരു സൈഡാക്കാം. അൺലിമിറ്റഡ് ഹൗസ് ബീവറേജ് ഇവളെന്താ മദ്യം ഫ്രീ തന്നെയല്ലേ പറഞ്ഞേ? നീ ഇപ്പൊ പറഞ്ഞ ശരിക്കുള്ളത് തന്നെയാണോ? ശരിക്കും ബീവറേജസിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. നമുക്ക് ഫുഡ് സെക്ഷനിലേക്ക് ഒന്ന് പോയി വന്നാലോ? ഇവിടുത്തെ ഫുഡ് ഐറ്റംസ് കണ്ട നിങ്ങൾ ശരിക്കും ഞെട്ടുട്ടാ. സ്റ്റാർട്ടേഴ്സ് നമുക്ക് കിട്ടിയത് വർക്ക് ടോസ്റ്റ്, ചില്ലി മഷ്റൂമും ശിഷ് തവോക്കാണ്. പേര് കേട്ടാലും പേടിക്കണ്ടട്ടാ. ഒന്ന് മഷ്റൂമും മറ്റേത് ചിക്കൻ്റെ ഒരു ഐറ്റം ആയിരുന്നു. പിന്നെ അങ്ങോട്ട് കടായി ചിക്കൻ വന്നു, നാൻ വന്നു, വെള്ളപ്പം വന്നു, പനീർ ലബാദർ വന്നു, ചിക്കൻ ഫ്രൈഡ് റൈസ് വന്നു, ചിക്കൻ മഞ്ചൂരിയൻ വന്നു. പിന്നെ നമ്മുടെ വെജിറ്റേറിയൻ സ്പെഷ്യൽ പച്ചക്കറി പാപ്പാസും വന്നു. ഇതൊക്കെ കഴിച്ചിട്ട് കുറച്ച് മധുരം കഴിച്ചിട്ട് പിന്നെ എന്തിന്റെ ഗടിയേ അങ്ങനെ ഗുലാബ് ജാമും വന്നു. അപ്പൊ ഈ ഗടികളൊക്കെ വിചാരിക്കും ബീവറേജസിന്റെ കാര്യം പറ്റി ഫുഡിന്റെ കാര്യം പറയുന്നത്. അതൊക്കെ പറയാ ഗടികളെ. നമ്മുടെ സാറ്റർഡേ സൺഡേ വീക്കെൻഡ് ബുഫറ്റ് ഡിന്നർ 7 to 11 ആദ്യത്തെ 2 മണിക്കൂർ ഹൗസ് ബീവറേജ് അൺലിമിറ്റഡ് ആണ് കേട്ടാ. പഠിച്ച് പൊളിച്ചോട്ടാ. സ്പെഷ്യൽ ഒക്കേഷൻ സെലിബ്രേറ്റ് ചെയ്യാനുള്ള പാർട്ടി ഹാളും 100 to 120 പേഴ്സൺസിന്റെ ലോഡ്ജ് ആൻഡ് ക്ലബ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് കേട്ടാ. പിന്നെ ഒരു കാര്യം, ഇവിടെ എല്ലാ റൂൾസ് ആൻഡ് കണ്ടീഷൻസ് ഒരു വെബ്സൈറ്റ് ത്രൂ ഒന്ന് ചെക്ക് ചെയ്തോളൂ. കൂടാതെ ഒരു ഹാപ്പി ന്യൂസ് കൂടി ഉണ്ട് കേട്ടാ. ഇവിടെ ഫ്രീ പാർക്കിംഗ് ആണ്. അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ എല്ലാവരും ചോദിക്കും. നമ്മുടെ ജദാഫിലുള്ള റിഫ്ലക്ഷൻ ഹോട്ടലിന്റെ 2nd ഫ്ലോറിലുള്ള മാൾട്ട് ആൻഡ് മസാല. ആമി ഫുഡൊക്കെ കഴിച്ച് ക്ഷീണിച്ചാമി. എന്ത് ഫുഡൊക്കെ കഴിച്ച? ആമിക്കുട്ടിയാട്ടാ ഞങ്ങളുടെ പകുതി മുക്കാൽ വീഡിയോ എടുത്തവിടെ. എന്തായെന്ന് അറിയില്ല, ഞങ്ങൾക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റുള്ളൂ അല്ലേ. അപ്പൊ നാളെ സ്കൂളിൽ പോണ ആമിക്ക് നാളെ മൺഡേയാണ്. സന്തോഷമായില്ല ആമിക്ക്? സന്തോഷമായി. ആമി നെസ്റ്റോന്റെ ഓഫർ ബുക്ക് വന്നുണ്ട്. ഓഫർ ഉണ്ടോ നോക്കി നോക്കിയേ. അപ്പൊ നമ്മള് ഉറങ്ങാൻ പോവല്ലേ? വൈൻഡപ്പ് ചെയ്യാം. എന്നിട്ട് ഓഫർ ഉണ്ടാ? എന്നിട്ട് ഓഫർ പിടിക്കമ്മ. രണ്ടൊന്ന് തന്നെയാ. എന്താണ് സൂപ്പർ ഡൂപ്പർ 3 days ഓഫർ. ട്രോളി ബാഗ്. അത് താഴത്തെ സാധനം എടുത്ത എങ്ങനെ ഇട്ട് പോവാൻ പാടില്ല നമ്മള്. ബാഡ് ഹാബിറ്റ് ആട്ടാമി. ശരിയാക്കി തരാം. ഈ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ചെയ്തോളൂ. ഓട്ടോമാറ്റിക് അടഞ്ഞു. ആമിക്കുട്ടി തുറന്നുണ്ട്. ബാഡ് ഹാബിറ്റ് പഠിക്കാൻ പാടില്ല. ഒരു പേപ്പറുകളും ഒന്നും പുറത്ത് കളയാൻ പാടില്ല. ഓക്കെ, അത് കൈ പിടിച്ചോ, നമുക്ക് പഠിക്കാം ഓഫറുകൾ. ആമിക്കുട്ടി ബാഡ് ഹാബിറ്റ് എടുക്കാൻ പോവാ. നമ്മൾ കുറെ ഷോർട്സിൽ ഗുഡ് ഹാബിറ്റ് ഒക്കെ പഠിപ്പിച്ചിട്ട്. അപ്പൊ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്താലോ? അപ്പൊ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ആമിക്കുട്ടി ഉടൻ തന്നെ വരുന്നതായിരിക്കും. ആമിക്കുട്ടി മാത്രല്ല ഞങ്ങളും വരുന്നതായിരിക്കും. Until then we are signing off. Bye bye.